നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിശ്വാസത്തിൽ വിധി തേടി. തമിഴകത്തെ രാഷ്ട്രീയ നാടകത്തിന് അന്ത്യം തേടി നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ്. മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത് 116 വോട്ട്. OPS പക്ഷത്തിന് പിന്തുണ അറിയിച്ച് DMKയും കോൺഗ്രസും ലീഗും. എടപ്പാടിക്കെതിരെ വോട്ട് ചെയ്യാൻ കോൺഗ്രസിന് ഹൈക്കമാൻഡ് നിർദ്ദേശം. 234 അംഗ സഭയിൽ വോട്ടെടുപ്പിന് ഹാജരാകാതിരുന്നത് DMK അധ്യക്ഷൻ M കരുണാനിധിയും കോയമ്പത്തൂർ നോർത്ത് MLA അരുൺകുമാറും. അനാരോഗ്യം കാരണം കരുണാനിധി ഹാജരാകില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നപ്പോൾ അരുൺകുമാർ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയായിരുന്നു. സഭയിൽ 8 അംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസ് വോട്ടെടുപ്പിലെ നിലപാട് വ്യക്തമാക്കിയത് ഇന്ന് രാവിലെ. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത് വോട്ടെടുപ്പിൽ പളനിസ്വാമിക്കെതിരായ DMK നിലപാട് പിന്തുടരാൻ. അതിനിടെ അടയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ OPS പക്ഷത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഭാവനയ്ക്ക് നേരെ അക്രമം. ചലച്ചിത്ര നടി ഭാവനയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള കാർ യാത്രക്കിടെ ഭാവന ആക്രമിക്കപ്പെട്ടത് ഇന്നലെ രാത്രി. പിടിയിലായത് കൊരട്ടി സ്വദേശി മാർട്ടിൻ. നടിയുടെ മുൻ ഡ്രൈവർ പൾസർ സുനി എന്ന സുനിൽകുമാർ മുഖ്യപ്രതിയെന്ന് നെടുമ്പാശ്ശേരി പോലീസ്. കാറിൽ അതിക്രമിച്ചു കയറിയ സംഘം നടിയെ ഉപദ്രവിക്കാനും അപമാനിക്കാനും ശ്രമിച്ചതായി പരാതി. അപകീർത്തികരമായ വിധത്തിൽ ചിത്രങ്ങളെടുക്കാൻ ശ്രമം നടന്നതായി സൂചന. നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുകയായിരുന്നു സംഘത്തിന്റെ ഉദ്ദേശ്യമെന്ന് പോലീസ് വെളിപ്പെടുത്തൽ. ഭാവനയെ ആക്രമിച്ച സംഘത്തിലെ മുഴുവൻ പേരെയും തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ. കാറ്ററിംഗ് വാഹനത്തിലെത്തിയ പ്രതികളുടെ മൊബൈൽ ഫോൺ സന്ദേശങ്ങൾ തെളിവാകും. പ്രതികൾക്കെതിരെ കർശന നടപടി ഉറപ്പു നൽകിയതായി അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ്. മുറുകുന്ന ദുരൂഹത. നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയുടെ ദുരൂഹ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി സഹപാഠി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജിഷ്ണുവിന്റെ വായിൽ രക്തക്കറ ഉണ്ടായിരുന്നു. മരണത്തിൽ സംശയം ജനിപ്പിക്കുന്ന വിവരങ്ങളോടെ ശബ്ദരേഖ പുറത്ത്. ചെയർമാനും മറ്റ് പ്രതികൾക്കും പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ്. വൈസ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും ഉൾപ്പെടെ കണ്ടെത്തിയ രക്തക്കറയുടെ പരിശോധനാ ഫലം കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവാകും. മരണത്തിന് മുൻപ് ജിഷ്ണുവിന് ക്രൂരമർദ്ദനമേറ്റതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ അന്വേഷണം ഊർജിതം. കേസ് അട്ടിമറിക്കാൻ തുടക്കത്തിൽ തന്നെ ശ്രമം നടന്നതായി വീട്ടുകാർ. കസ്തൂരിയിൽ കാത്തിരിപ്പ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകി അന്തിമ വിജ്ഞാപനം ഉടനില്ലെന്ന് കേന്ദ്രം. ഇടക്കാല റിപ്പോർട്ടിന്റെ കാലാവധി മാർച്ച് 4-ന് അവസാനിക്കാനിരിക്കെ ഉത്തരവ് പുതുക്കുക മാത്രം ചെയ്യുമെന്ന് വിശദീകരണം. വിജ്ഞാപനം വൈകുന്നത് എല്ലാ സംസ്ഥാനങ്ങളും പഠന റിപ്പോർട്ട് നൽകാത്ത സാഹചര്യത്തിൽ. കേരളത്തിന് മാത്രമായി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്ന ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശത്തോട് മുഖം തിരിച്ച് കേന്ദ്ര സർക്കാർ. വിഷയത്തിൽ തമിഴ്നാട് ഇനിയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഇടക്കാല ഉത്തരവ് പുതുക്കി നൽകുന്നതിൽ നിയമ മന്ത്രാലയവുമായി ചർച്ച നടത്തുമെന്ന് പരിസ്ഥിതി മന്ത്രി അനിൽ മാധവ് ധവെ. ചോര കൊണ്ട് തിരിച്ചടി. സിന്ധ് പ്രവിശ്യയിലെ IS കൂട്ടക്കൊലയ്ക്ക് കനത്ത തിരിച്ചടി നൽകി 100 ഭീകരരെ വധിച്ചതായി പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന 76 ഭീകരരുടെ പട്ടിക പാക് സൈന്യം അഫ്ഗാൻ അധികൃതർക്ക് കൈമാറി. അതിർത്തി അടച്ചും ചരക്ക് നീക്കം നിർത്തിവെച്ചും അഫ്ഗാനിസ്ഥാനെതിരെ പാക് പടയൊരുക്കം. പാകിസ്ഥാൻ കൊന്നൊടുക്കിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരുന്ന ഭീകര പ്രവർത്തകരെ. തീവ്രവാദികളെ തുടച്ചു നീക്കുമെന്നും വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ കർശനമാക്കുമെന്നും പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും. ആക്രമണം വ്യാപിപ്പിക്കാൻ പദ്ധതിയുമായി ഇസ്ലാമിക് സ്റ്റേറ്റ്. സിന്ധ് പ്രവിശ്യയിലെ സൂഫി ദർഗയിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് 100ഓളം പേർ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അന്നു തന്നെ IS ഏറ്റെടുത്തിരുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലെ സംഘർഷ സാഹചര്യം ഉറ്റുനോക്കി ഐക്യരാഷ്ട്ര സംഘടന. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.